ഹലോ, മലയാളികളുടെ ഇഷ്ടവിഭവമായ ചക്കപ്പുഴുക്ക് തയ്യാറാക്കിയാലോ? ഇന്ന് എനിക്ക് കുറച്ച് ചക്കച്ചുള കിട്ടിയിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ചക്ക കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു കപ്പിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചക്ക വേവിക്കുന്നതിനായിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് 10 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ അരപ്പിനായിട്ട് ചിരകിയ തേങ്ങ, 3-4 ചെറിയുള്ളി, കറിവേപ്പില, 2 പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി എന്നിവ ചേർത്ത് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇതുപോലെ ഈ കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്താൽ മതിയാകും. ഒരു 10-12 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച് നമ്മുടെ ചക്കപ്പുഴുക്ക് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. നമ്മുടെ ചക്കപ്പുഴുക്ക് നല്ലോണം ഉടച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.